ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്ക PSC പരീക്ഷകളിലും നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെക്കുറിച്ച് ഒരു ചോദ്യം കണ്ടുവരാറുണ്ട്. മഹാത്മാഗാന്ധിയെക്കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയ എൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യ പാർട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ആയിരുന്നു. പോർബന്ദർ പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്നത് സുദാമാപുരി എന്ന പേരിലായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മഹാത്മാഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുത്തലിബായിയും ആയിരുന്നു. വൈശ്യർ വിഭാഗത്തിൽപ്പെട്ട ബനിയ സമുദായത്തിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ എന്ന പേരിലാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 UNO അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. ബാല്യകാലത്ത് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഇതിഹാസ കഥാപാത്രം ഹരിചന്ദ്രനാണ്. 1887 അഹമ്മദാബാദിൽ വെച്ച് ഇദ്ദേഹം മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജാണ് സമൽദാസ് കോളേജ്. 1888 ഉപരിപഠനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. 1891 ഇംഗ്ലണ്ടിൽ നിന്നും ബാരിസ്റ്റർ ബിരുദം നേടി അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലെത്തി. ബനിയ സമുദായത്തിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോകുന്ന ആദ്യ വ്യക്തിയാണ് ഗാന്ധിജി. സമുദായം ഗാന്ധിജിയെ വിലക്കി. ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഗാന്ധിജി എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ ആദ്യമായി വായിക്കുന്നത്. 1891 ആദ്യമായി തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിരുന്നു. 1883 തൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി വിവാഹിതനാകുന്നത്. കസ്തൂർബ ഗാന്ധിയായിരുന്നു ഗാന്ധിജിയുടെ ഭാര്യ. ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി എന്നിവരായിരുന്നു മക്കൾ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ. ഇംഗ്ലണ്ടിൽ നിന്നും നിയമബിരുദം തേടി തിരിച്ചെത്തിയ ഗാന്ധിജി രാജ്കോട്ട് കോടതിയിലും ബോംബെ കോടതിയിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. 1893 ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. വർണ്ണവിവേചനത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. 1894 ഗാന്ധിജി നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് എന്ന സംഘടന സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്നും പുറത്താക്കിയ റെയിൽവേ സ്റ്റേഷനാണ് പീറ്റർ മാരിറ്റസ്ബർഗ്. 1899 ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിക്കാൻ ഗാന്ധിജി രൂപീകരിച്ച വിഭാഗമാണ് ഇന്ത്യൻ ആംബുലൻസ് വിഭാഗം. ബൂവർ യുദ്ധത്തിൽ ഗാന്ധിജി നൽകിയ സേവനത്തിന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പ്രധാനമായും 2 ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1904 ദർബനിൽ സ്ഥാപിച്ച ആശ്രമമാണ് ഫീനിക്സ് സെറ്റിൽമെൻറ്റും 1910 ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഏഷ്യാറ്റിക് ലോ അമെൻമെൻറ്റ് ഓർഡിനൻസിനെതിരെ ആയിരുന്നു. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ബ്രഹ്മചര്യം ജീവിതനിഷ്ഠയാക്കിയത് 1906 തൻ്റെ 37ാമത്തെ വയസ്സ് മുതലാണ്.
ഗാന്ധിജി ആദ്യമായി ജയിൽവാസം അനുഭവിച്ച സ്ഥലവും ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് തന്നെയാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മടങ്ങിയ വർഷം 1914 1896 1901 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗാന്ധിജി വന്നിട്ടുണ്ട് എങ്കിലും ദക്ഷിണാഫ്രിക്കയിലെ തൻ്റെ പ്രവാസി ജീവിതം പൂർണ്ണമായും അവസാനിപ്പിച്ച് വന്ന വർഷമാണ് 1914. 1914 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും നേരെ വന്നത് ഇന്ത്യയിലേക്കല്ലായിരുന്നു. 1914 ഓഗസ്റ്റ് 6 അദ്ദേഹം ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ എത്തി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരിക്കുപറ്റിയ ബ്രിട്ടീഷ് പടയാളികൾക്ക് സേവനം നൽകുന്ന സമയമായിരുന്നു. ഈ സമയത്ത് ഗാന്ധിജിക്ക് പ്ലൂറിസി എന്ന പനി ഉണ്ടായി. ആ കാരണത്താൽ ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ ഇന്ത്യയിലേക്ക് മടക്കി അയച്ചു. ഗാന്ധിജി തൻ്റെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് 1915 ജനുവരി 9 അതുകൊണ്ടാണ് ജനുവരി 9 ദേശീയ പ്രവാസി ദിനമായി ആചരിക്കുന്നത്. 2003 മുതലാണ് ജനുവരി 9 ദേശീയ പ്രവാസി ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളുടെ അടുത്ത പാർട്ടുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.